എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10th പ്രിലിംസ് അടുത്ത ഘട്ടം എഴുതാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്റ്റേജ് 1 ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ സ്റ്റേജ് 1 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ഈ ക്ലാസ് കണ്ടു നോക്കുക, ഉപകാരത്തിൽപ്പെടും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി ഇതുപോലെ വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേജ് 2 ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു മോഡൽ പരീക്ഷ പോലെ നമുക്ക് അതിലെ മോഡൽ ചോദ്യങ്ങൾ നമുക്ക് നടത്താം കേട്ടോ. ഒരു റിവിഷനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്തു പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ചെയ്യാൻ വളരെ സുഖമാണ്. നമ്മൾ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, സാധാരണ പോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1 മീറ്റർ നീളം 1 മീറ്റർ വീതിയുള്ള എന്താണ് നീളം 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചതുരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീതി എന്തായിരിക്കും, 1 മീറ്റർ തന്നെ ആയിരിക്കും. ഒരു തുണിയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള എന്താ, ഇതിന് 100 രൂപ വിലയുണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. ഈ തുണിക്ക് 100 രൂപ വിലയുണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. ഇനി എന്ത് പറഞ്ഞു, ആ തുണിയുടെ പകുതി നീളവും വീതിയും. ഈ തുണിയുടെ പകുതി നീളം എന്ന് പറയുമ്പോൾ ഇതാക്കുന്നു 1ൻ്റെ പകുതി അര, ഇത്ര നീളത്തിൽ അല്ലേ, അതിൻ്റെ അതേ പകുതി വീതി. അപ്പോൾ ഇതിൻ്റെ പകുതി അര. അപ്പോൾ ഇതാ നീളവും വീതിയുള്ള മറ്റൊരു തുണി, അത് സമചതുരാകൃതിയാണ് അല്ലേ. ഇത് 0.5 ആയിരിക്കും. 1ൻ്റെ പകുതി ആകുമ്പോൾ 0.5 ആയിരിക്കും. ഞാനിപ്പോൾ അങ്ങനെ എഴുതണമെന്നെങ്കിൽ അങ്ങനെ എഴുതാം. ഇത് 0.5 ആണെങ്കിൽ ഇതും 0.5 തന്നെയല്ലേ, ഇത് 0.5 ആണെങ്കിൽ ഇതും 0.5 തന്നെയല്ലേ. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് 4 ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത്, നമുക്ക് പുതിയതായിട്ട് കിട്ടിയ തുണി എന്ന് പറയുന്നത്. ഇത് 4 ഭാഗിച്ചാൽ അതിലൊരു ഭാഗം മാത്രമാണ് നമുക്ക് കിട്ടിയ പുതിയതായിട്ട് കിട്ടിയ തുണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ശരിക്കും അർത്ഥത്തിൽ എന്താണിത്, 1/4 അല്ലേ. ഇതിൻ്റെ ഈ മൊത്തം തുണിയുടെ 1/4 ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗമാണ്. അപ്പോൾ നമ്മൾക്കറിയാം മൊത്തത്തിൽ 100 ഉറുപ്പ്യാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/4 ഭാഗത്തിന് എത്ര ഉറുപ്പ്യ, എന്ത് ചെയ്താൽ മതി, 100 ഗുണിക്കണം 1/4. ഇങ്ങനെ ചെയ്യണമെന്നില്ല, 4 കൊണ്ട് ഹരിച്ചാലും മതി കേട്ടോ. അപ്പോൾ 100 ഗുണിക്കണം 1/4 ചെയ്താൽ എത്ര കിട്ടുക, വെട്ടി ചെറുതാക്കാം അല്ലേ. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25 രൂപയാണ്. 25 രൂപയാണ് എന്ത്, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഈ പുതിയ തുണിയുടെ പൈസ എത്ര ഉറുപ്പ്യാണ്, 25 രൂപയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു മിശ്രിതത്തിൻ്റെ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി ആയാൽ പാലിൻ്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ തന്നിട്ടുള്ളത് എന്താ, 4 ഭാഗം വെള്ളമാണ് 5 ഭാഗം പാലാണ്. വെള്ളത്തിൻ്റെ അളവ് 80 മില്ലി. വെള്ളം 4 ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് 80 മില്ലി ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എന്ത്, വെള്ളം 4 ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്താണ് 80 മില്ലി ആണ് എന്നും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞത് പാലിൻ്റെ അളവാണ്. പാൽ എത്ര ഭാഗ, പാല് 5 ഭാഗം, പാല് 5 ഭാഗം. അപ്പോൾ 5 ഭാഗം എത്രയാണ് എന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ, 5 ഭാഗം എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ എന്താ ചെയ്യുന്നത്, ക്രോസ് ഗുണിക്കുന്നു. 80 ഗുണിക്കണം 5 കഴിഞ്ഞോ ഇല്ല. ഡിവൈഡഡ് ബൈ ആരാ, അതേ ഒറ്റയ്ക്ക് നിൽക്കുന്ന 4 ഡിവൈഡഡ് ബൈ 4. ഇയാളെയല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ നോക്ക്, 4ഉം 80ഉം വെട്ടിപ്പോവും. 80നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ, എത്രയാ, 20. 80/4 ചെയ്താൽ 20 എന്ന് കിട്ടും. 20 ഗുണിക്കണം 5 എത്രയാ, 100. 20 ഗുണിക്കണം 5 100 മില്ലി ലിറ്റർ. ഇവിടെ എന്താ 80 മില്ലി ലിറ്റർ, ഇവിടെ 100 മില്ലി ലിറ്റർ. പാലിൻ്റെ അളവ് 100 മില്ലി ലിറ്റർ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഞാനിത് കുറേ തവണ പറഞ്ഞതാ അല്ലേ. എന്താണ്, 2 സംഖ്യകളുടെ ലസാഗു തന്നിട്ടുണ്ട്, ഉസാഗ തന്നിട്ടുണ്ട്, മറ്റൊരു സംഖ്യയും തന്നിട്ടുണ്ട്. മറ്റൊരു സംഖ്യ കാണാൻ എന്താണ്, ലസാഗു ഗുണിക്കണം ഉസാഗ എന്ന് പറയുന്നത് സംഖ്യകളുടെ ഗുണനഫലത്തിന്
തുല്യമാണ്. സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ്. ലസാഗു ഇവിടെ എത്രയാ? 60 അല്ലേ? ഉസാഗ് ഇവിടെ എത്രയാ? 3 അല്ലേ? 60 ഗുണിക്കണം 3 സമം ഒരു സംഖ്യ തന്നിട്ടുണ്ട് 12 ഗുണിക്കണം മറ്റേ സംഖ്യ നമുക്കറിയില്ല, അതിന് ഞാൻ നമ്പറിൻ്റെ n വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ സംഖ്യ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, സംഖ്യ ഏതാണെന്ന് അറിയണം വേണ്ടേ? അപ്പോൾ ഇനി നമുക്ക് ഈ സംഖ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 60 ഗുണിക്കണം 3 അവിടെ ഉണ്ട്, ഈ 12 എന്ത് ചെയ്യണം? ഇതിങ്ങോട്ട് പോകണം, ആ സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകണം. അപ്പുറത്തോട്ട് പോകാൻ എന്ത് ചെയ്യണം? ഇവിടെ ഗുണിക്കലാണ്. സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഹരിക്കണം 12 എന്നായിട്ട് മാറും. ഹരിക്കണം 12 എന്നായിട്ട് മാറും. നമുക്കറിയാം 12 × 5 ആണ് 60. അപ്പോൾ 60നെ 12 കൊണ്ട് ഹരിച്ചാൽ 5 ആണ്. പെട്ടെന്ന് വെട്ടാം, അത് പഠിച്ചു വെക്കണം, ഓർത്തു വെക്കണം. എന്താണ്? 12 × 5 ആണ് 60. അപ്പോൾ 60/12 പെട്ടെന്ന് വെട്ടിപ്പോവാൻ പറ്റും. ഇനി എന്തുണ്ട്? 5 × 3. 5 × 3 എത്രയാ? 15. 5 × 3 15. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 15 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സിമ്പിൾ ചോദ്യം അല്ലേ? നമ്മൾ പഠിച്ചു മടുത്ത ചോദ്യമാണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. √15² + 12² -2 ഗുണിക്കണം 15 ഗുണിക്കണം 12. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കുറച്ച് വലിയ പ്രോബ്ലം ആണല്ലോ, സമയം കുറേ പോകുമല്ലോ. ഈ 15ൻ്റെ സ്ക്വയർ 225, 12ൻ്റെ സ്ക്വയർ 144, ഇതൊക്കെ കൂട്ടിയിട്ട് പിന്നെ 2 × 15 × 12 ചെയ്യണമല്ലോ. അങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട, പെട്ടെന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഈ 15A ആണെന്നും 12B ആണെന്നും സങ്കല്പിച്ചേ. 15A ആണെന്നും 12B ആണെന്നും സങ്കല്പിച്ചേ. ഈ ഇക്വേഷൻ മാറുന്നതാണ്ടോ? ഞാൻ ഈ ഉള്ളിലത്തെ മാത്രം എഴുതുന്നുള്ളൂ, റൂട്ട് എഴുതുന്നില്ല. ശ്രദ്ധിക്കണേ. A², 15A² A² എന്ന് എഴുതി, 12² ഞാൻ B² എന്ന് എഴുതി. 2 ഗുണിക്കണം 15A ഗുണിക്കണം B. എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? A² + B² - 2AB എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, A² - 2AB + B². അതും ഇതും ഒന്ന് തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയെന്നേ ഉള്ളൂ, അതിലൊന്നും പ്രശ്നമില്ല. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇതേ A - B ഹോൾ² നിങ്ങൾ കണ്ടിട്ടുള്ളത് അല്ലേ? A - B ഹോൾ² നമ്മളത് കണ്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ചോദ്യം √15² + 12² - 2 × 15 × 12 നമുക്ക് എങ്ങനെ എഴുതാം? √A - B എന്താ? 15 - 12 ഹോൾ². അതൊരു റൂട്ടിൻ്റെ ഉള്ളിലാണ്. അപ്പം ഇനി നോക്ക്, ഇതെത്ര വരുന്നത്? 15ന്ന് 12 പോയാൽ എത്രയാ? 3. ഇതിൻ്റെ മേലെ ഒരു സ്ക്വയർ, 3A² എന്ത്? സ്ക്വയർ റൂട്ട്. ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ 3ൻ്റെ സ്ക്വയർ എന്ന് എഴുതിയാൽ സാധാരണഗതിയിൽ ആ 3 മാത്രം എടുത്ത് എഴുതിയാൽ മതി. അതാണ് ഉത്തരം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷനുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? √3ൻ്റെ സ്ക്വയർ എത്രയാ? 9. അതിൻ്റെ റൂട്ട് എത്രയാ? 3 തന്നെ. മനസ്സിലായോ? അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? സ്ക്വയർ റൂട്ട് ഓഫ് 3². സ്ക്വയർ റൂട്ട് ഓഫ് എന്തിൻ്റെ സ്ക്വയർ ആയിക്കോട്ടെ, സ്ക്വയർ റൂട്ട് ഓഫ് A² ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? A തന്നെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 3 ആണ് ഇതിൻ്റെ ഉത്തരം. ഇത്രയും വലിയ ചോദ്യത്തിൻ്റെ ഉത്തരം 1 സെക്കൻഡിൽ എഴുതാം, 3 ആണെന്ന്. ഇവിടെ നിന്ന് കിട്ടിയാൽ മതി. A² + B² - 2AB ആണ് ഇത്. ഇതപ്പോൾ A - B ഹോൾ² തുല്യമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. √A - B ഹോൾ² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ A - B ആയിരിക്കും. A - B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A 15 ആണ്, B 12 ആണ്. പെട്ടെന്ന് എഴുതി. 15 - 12 കുറച്ച് 3. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. 6.42 - 3.62 ഡിവൈഡഡ് ബൈ 2.8. 6.42 - 3.62 ഡിവൈഡഡ് ബൈ 2.8. നിങ്ങൾ ഇവിടെ ഇത് ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഒറ്റ കാര്യം നോക്ക്. ഈ തന്നേക്കുന്ന 6.42 - 3.62 എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ മോഡല്?
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്ന് നമ്മൾ പണ്ടേ പഠിച്ചതാണ്. അപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ രണ്ട് സ്ക്വയർ വന്നിട്ട് അതിൻ്റെ നടുക്കൊരു മൈനസ് ഉണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഇതായിരിക്കും എന്നുള്ള സാമാന്യ ചിന്തയിലേക്ക് നിങ്ങൾ മാറണം. അപ്പോൾ ഇത് കിട്ടുമല്ലോ, ഇത് നോക്കാൻ മനസ്സിലായല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ കാണുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണത് എന്ത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള മോഡലിലുള്ള ചോദ്യമാണല്ലോ എന്ന്. അപ്പം ഇനി എന്നിട്ട് നോക്കുക, ഈ 6.4 3.6 കുറയ്ക്കുന്നതാണ് എന്ത്? 2.8 എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങളിത് ഇങ്ങനെ എഴുതി നോക്ക്. ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 6.4 പ്ലസ് 3.6 6.4 പ്ലസ് 3.6 ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 6.4 മൈനസ് 3.6 അല്ലേ? ഡിവൈഡഡ് ബൈ 2.8. ഇവിടെ നോക്കുമ്പോൾ ഈ 6.4 പ്ലസ് 3.6 എന്ന് പറഞ്ഞാൽ 10 ഗുണിക്കണം 6.4 3.6 കുറച്ചാൽ 2.8 ഡിവൈഡഡ് ബൈ 2.8. ഇതും വെട്ടിപ്പോയി, ഉത്തരം 10. വളരെ സിമ്പിൾ ചോദ്യം. പക്ഷെ ഇത്രയൊന്നും എഴുതേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ നോക്ക്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി, അതല്ലേ ഇവിടെ തന്നിട്ടുള്ള സാധനം ശരിക്കു പറഞ്ഞാൽ. എങ്കിൽ ഉത്തരം എ പ്ലസ് ബി ആയിരിക്കും. കാരണം ഈ ഒരൊറ്റ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാ അല്ലേ? ഈ ഒറ്റ ഇക്വേഷൻ എന്ന് വന്നതാ ഇത്. ഇവിടെ ഉണ്ടായിരുന്ന എ മൈനസ് ബി സമത്തിന്റെ അപ്പുറത്തോട്ട് പോയപ്പോൾ ഇവിടെ ഹരിക്കണം എന്നായി. അതാണ് ഇവിടുത്തെ കളി. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയായിട്ട് മനസ്സിലാവും. സെയിം ചോദ്യം, പക്ഷേ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 ആണ്. നേരത്തെ 2.8 ആയിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇവിടെ നോക്ക്, ഈ ചോദ്യം എന്ത് ഫോമിലാ തന്നിട്ടുള്ളത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ എ പ്ലസ് ബി ഇപ്പുറത്തോട്ട് വന്നതാ. ഇവിടെ ഗുണനായതുകൊണ്ട് സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഹരണാവും. എ പ്ലസ് ബി സമം ബാക്കിയുള്ള ആരാ? എ മൈനസ് ബി. ഇത് മാത്രമാണുള്ളത്. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 6.4 നിന്ന് 3.6 കുറച്ചാൽ മതിയാകും. ഈ ഇക്വേഷൻസ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് മനസ്സിലായോ? 6.4 നിന്ന് 3.6 കുറച്ചാൽ എത്രയാ? നേരത്തെ കണ്ടതല്ലേ, 2.8 ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ ഞാൻ എങ്ങനെ എഴുതി? 6.4 പ്ലസ് 3.6. അതേപോലെ ഗുണിക്കണം ഗുണിക്കണം 6.4 കുറയ്ക്കണം 3.6 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് നോക്കിയാൽ 6.4 3.6 കൂട്ടിയാൽ 10 ആണ്. ഗുണിക്കണം ഇവിടെ എത്രയാ? 2.8 ആണ് കിട്ടുക. 6.4 3.6 കുറച്ചാൽ ഡിവൈഡഡ് ബൈ 10. ഈ 10 വെട്ടിപ്പോയി. ഉത്തരം എത്രയാ? 2.8. മനസ്സിലായല്ലോ? ഇനി ഈ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ തെറ്റുമോ? തെറ്റരുത്. ഈ ഇക്വേഷൻ എന്തായാലും പഠിക്കണം. നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. 853 ഗുണിക്കണം 13,346 ഗുണിക്കണം 452 ഗുണിക്കണം 226 എന്ന ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? ഒരു സംഖ്യ ഇതൊക്കെ ഗുണിച്ചാൽ കിട്ടുന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത്? ഇതിനൊക്കെ ഗുണിച്ചാൽ കിട്ടുന്നതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ കാണാൻ വേണ്ടിയിട്ട് ഇത് മൊത്തം ഇരുന്ന് ഗുണിക്കണോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകളെ മാത്രം ഗുണിച്ചാൽ മതി. നോക്കിക്കോ, ഞാൻ ആദ്യം 3നെ 6 കൊണ്ട് ഗുണിച്ചു. എനിക്ക് എത്ര കിട്ടും? 18. ഈ 1 എനിക്ക് ആവശ്യമല്ല, എനിക്ക് 8 മാത്രം മതി. ആ ഒറ്റയുടെ സ്ഥാനത്തെ ആള്. അപ്പം ഇത് രണ്ടും കഴിഞ്ഞ്
ഇനി നോക്ക്, ഈ 2നെ ഈ 8 കൊണ്ട് ഗുണിക്കുക. 2നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 2നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 16 അല്ലേ? 2നെ 8 കൊണ്ട് ഗുണിച്ചാൽ 16. എനിക്ക് ഈ 1 ആവശ്യമില്ല, അത് പോട്ടെ, ഒറ്റയുടെ സ്ഥാനത്ത് മതി. ഗുണിക്കണം ദേ 6. 6 6 36. നമുക്ക് വേണ്ടത് ഒറ്റയുടെ സ്ഥാനം 6. ഉത്തരം ഒറ്റയുടെ സ്ഥാനത്ത് ആരാണ്? 6 ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വലിയൊരു ചോദ്യം തരികയാണെന്ന് വിചാരിക്കുക. 251 ഗുണിക്കണം 312 ഗുണിക്കണം 1238 ഗുണിക്കണം 1291. ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് ഒറ്റയുടെ സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 1 ഗുണിക്കണം 2 ചെയ്യും. 2 ഗുണിക്കണം 8 ചെയ്യും. എത്രയാ? 16. അപ്പോൾ നമുക്ക് 6 മാത്രം മതി. ഇനി 6 ഈ 1 കൊണ്ട് ഗുണിക്കണ്ടേ? 6 ഗുണിക്കണം 1. നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കുക. 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ എന്ത് ചോദ്യമാണ്? 2 ഭാഗങ്ങൾ തൊട്ടുകൊണ്ടുള്ള ചോദ്യമാണ്. സമഭുജ ത്രികോണം എന്താണെന്ന് അറിയണം, സമചതുരം എന്താണെന്ന് അറിയണം, അവയുടെ ചുറ്റളവുകൾ എന്താണെന്ന് അറിയണം. ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. നമുക്കറിയുന്നൊരു കാര്യം, സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പം ഈ 16.3 തന്നെയാണ് എന്ത്? എല്ലാ വശങ്ങളിലും ഉള്ളത്. അതേപോലെ നോക്കൂ, സമചതുരം പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു വശം 12.1. അതിൻ്റെ എല്ലാ വശങ്ങളും എത്ര തന്നെ ആയിരിക്കും? ഇതേ 12.1 തന്നെ ആയിരിക്കും. അതല്ലേ അതിൻ്റെ പ്രത്യേകത ആണ്. ഇനി നമുക്ക് വേണ്ടത് ചുറ്റളവുകളാണ്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷനായിട്ട് പഠിക്കാം. അല്ല എങ്കിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിന് എത്ര വശങ്ങളാണ്? 3 വശങ്ങളാണ്. 3 വശവും തുല്യമാണ്. അപ്പം നമ്മൾക്ക് അതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 3 ഗുണിക്കണം വശം. വശത്തിനെ a എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3a ആണ്. ഇവിടെ 4 വശങ്ങളാണുള്ളത്. സമചതുരമാണ്. ചതുരമാവുമ്പോൾ 4 വശം. അപ്പം ഇതിൻ്റെ ഒരു വശത്തിനെ a എന്ന് ഡിനോട്ട് ചെയ്താൽ, ഒരു വശത്തെ a എന്ന് ഡിനോട്ട് ചെയ്താൽ ഇതിൻ്റെ 4 വശത്തെയും ചുറ്റളവല്ലേ കാണണ്ടേ? മൊത്തം ചുറ്റളവ് കാണണം പറയുമ്പോൾ 4 aകൾ ഉണ്ടായിരിക്കും. അപ്പം എന്താണ്? 4a. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 3a. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് കാണിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 4a. ഇനി ഒരു സമപഞ്ചഭുജത്തിൻ്റെ ഇക്വേഷൻ ഏതാണ്? ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 5a. സമഷഡ്ഭുജം ആണെന്നുണ്ടെങ്കിലോ 6a. ആ വശങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ, ഈ 4a അവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം വശത്തിൻ്റെ നീളം 16.3. അപ്പോൾ ഇവിടുത്തെ ചുറ്റളവ് എന്താ? 3 × 16.3 ആണ്. ഇവിടുത്തെ എത്രയായിരിക്കും? 4 × 12.1 ആണ്. ഇനി ഗുണിക്കണം അല്ലേ? ഗുണിക്കാൻ എന്ത് ചെയ്യുന്നു? 16.3 ഗുണിക്കണം 3. ഞാൻ ആദ്യം എന്ത് ചെയ്യുക? ഈ പോയിന്റ് അങ്ങ് മറന്നു. എന്നിട്ട് ആ 163നെ 3 കൊണ്ട് അങ്ങ് ഗുണിച്ചു. ഇപ്പം 3 9, 3 6 18, ശിഷ്ടം 1, 1 3 3 1 4. എന്നിട്ട് ഞാനിവിടെ മറന്നൊരു പോയിന്റ് ഇല്ലേ? അത് എത്ര സ്ഥാനം മാറ്റിയിട്ടുണ്ടായിരുന്നേ? ഒരൊറ്റ സ്ഥാനം മാറ്റിയിട്ട് അത് ഞാൻ ആ ഉത്തരത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തു, ഒരു സ്ഥാനം മാറ്റിയിട്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി? 48.9 ആണ് എന്ത്? 48.9 ആണ് എന്ത്? സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഇനി സമചതുരത്തിൻ്റെ ചുറ്റളവ് 12.1. ഞാനതിനെന്ത് ചെയ്യുന്നു? 121 എടുക്കുന്നു. ഗുണിക്കണം 4. 1 4 4, 24 8, 1 4 4, 484 എന്ന് എനിക്ക് കിട്ടി. നേരെ എഴുതണോ? പറ്റില്ല. കാരണം എനിക്കിവിടെ 12.1 ആയിരുന്നു അല്ലേ? അപ്പം ഞാൻ ഉത്തരത്തിൽ എന്ത് ചെയ്യും? ഒരു സ്ഥാനം മാറ്റിയിട്ട് ദശാംശ സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടും. ഒരു ദശാംശ സ്ഥാനം മാറ്റി പോയിന്റ് ഇടും. അപ്പോൾ എനിക്ക് ഉത്തരത്തിൽ കിട്ടി 48.4 എന്ന് കിട്ടി.
48.4 എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് രണ്ട് ചുറ്റളവുകളും കിട്ടി. സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവും കിട്ടി, സമചതുരത്തിൻ്റെ ചുറ്റളവും കിട്ടി. ഇനി എന്താ വേണ്ടേ? ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇത് 48.9 കുറയ്ക്കണം 48.4. നേരെ കുറച്ചാൽ മതി. 9 4 പോയാൽ എത്രയാ? 5. പോയിന്റ് ഇടുക. ഇവിടെ 0, ഇവിടെ 0. ഉത്തരം എന്താ? 0.5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ ആയാൽ ആ സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? കഴിഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യമാണ്. സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ. സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ. ഞാൻ പറഞ്ഞു സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 4a 4 ഗുണിക്കണം വശം. അതാണ് എന്ത്? ഈ 16 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. എങ്കിൽ എനിക്ക് ഒരു വശത്തിൻ്റെ നീളം കാണണം. അതെത്രയാ? 16. ഈ 4 ഇവിടെ ഗുണിക്കണം 4. ഇത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? ഹരിക്കണം 4 ആവും. 16/4 4 സെൻറ്റിമീറ്റർ. അങ്ങനെ ചെയ്യാം. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഒരു വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണെന്ന് എനിക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്? സമചതുരത്തിൻ്റെ വിസ്തീർണം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സമചതുരത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? a² ആണ്. വശത്തിനെ വശത്തോട് ഗുണിക്കുന്നതാണ്. ഇവിടെ ഒരു വശത്തിൻ്റെ നീളം എത്രയാ തന്നിട്ടുണ്ട്? എത്രയാ? 4 ആണ്. 4² എത്രയാ? 16. 4 × 4 16. ഉത്തരം കിട്ടിയല്ലോ. സിമ്പിളായിട്ട് ഉത്തരം കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ചുറ്റളവ് 4a ആണ്. അത് 16 സെൻറ്റിമീറ്റർ ആണ് എത്തുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? a കണ്ടുപിടിച്ചു അല്ലേ? a കണ്ടുപിടിച്ചതിന് ശേഷം a അല്ലെങ്കിൽ വശത്തിൻ്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വിസ്തീർണം എന്ന് പറയുന്നത് a² ആണ്, വശം സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ ആ എയുടെ വാല്യൂ, വശത്തിൻ്റെ വാല്യൂ ഇട്ടു. ഉത്തരം 16 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കൂ. വികർണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര? ദേ നോക്ക്. ഒരു സമചതുരം ഇതാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ വികർണം എന്ന് പറയുന്നത് ഈ നടുക്കൂടെ വരയ്ക്കുന്ന ഈ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കണേ. വികർണത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അത് ഇക്വേഷൻ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. വികർണത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് വികർണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം ഇക്വേഷൻ അറിയാതെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇക്വേഷൻ നേരെ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി, ഒരു ഇക്വേഷൻ കൂടിയും പഠിക്കാം. എന്ത്? സമചതുരത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് സമം എന്താണ്? വികർണത്തിൻ്റെ നീളം അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ d²/2. d²/2. ഡി എന്താ? വികർണത്തിൻ്റെ നീളം. എത്രയാണത്? 10. 10²/2. 10ൻ്റെ സ്ക്വയർ എത്രയാ? 100/2. 100ൻ്റെ പകുതി 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ പഠിക്കേണ്ടത് എന്താ? ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം സമം വികർണം (2). വികരണത്തിന് നമ്മൾ ഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് d²/2 എന്ന് ഇക്വേഷനിൽ എഴുതിയത്. മനസ്സിലായല്ലോ? അതേപോലെ വേറൊരു ഇക്വേഷൻ കൂടി എന്താ? a². എന്താ? ഒരു വശത്തിൻ്റെ നീളം. വശമാണ് തന്നതെങ്കിൽ a² ചെയ്താൽ മതി. വികർണമാണ് തന്നതെങ്കിൽ d²/2 ചെയ്യണം. മറക്കരുത്, തെറ്റരുത്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ ഒരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ 220 രൂപ കുറച്ച് വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എങ്കിൽ സൈക്കിളിൻ്റെ വാങ്ങിയ വില എത്ര രൂപയാണ്? ചോദ്യം മനസ്സിലായല്ലോ? ഒരാളൊരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ 220 രൂപ കുറച്ച് വിറ്റപ്പോൾ എത്ര രൂപ നഷ്ടം വന്നേ? 8% നഷ്ടമാണ് വന്നത്. 220 രൂപ കുറച്ച് വിറ്റപ്പോൾ. നമ്മൾ ചെയ്ത ചോദ്യങ്ങളുമായിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ചോദ്യമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ?
ഇവിടെ തന്നേക്കുന്ന 220 രൂപ കുറച്ച് വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എന്നാ. അതായത് 8% എന്ന് പറയുന്നതാണ് എന്ത് 220 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താ പറഞ്ഞത്? 220 രൂപ കുറച്ച് വിറ്റപ്പോൾ 8% നഷ്ടം വന്നു എന്നാ പറഞ്ഞത്. അപ്പൊ എന്താണ് അർത്ഥം? 8% എന്ന് പറയുന്നത് 220 ആണ്. അപ്പൊ ഇനി നോക്ക്, നമുക്ക് വേണ്ടത് എന്താ? വാങ്ങിയ വിലയാ. ഞാൻ ഫസ്റ്റ് ക്ലാസ് മുതലേ പറയുന്നുണ്ട്, വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. വാങ്ങിയ വില എന്ന് പറയുന്നത് 100%. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? അപ്പോ 100% കണ്ടാൽ മതി. 100% കണ്ടാൽ മതി. ഇതേ ഇവിടെ എത്തി. ഇനി നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യണ്ടേ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ ഇവിടെ ചെയ്യണ്ടേ? ദേ നേരെ ഗുണിച്ചു ക്രോസ്. 220 ഗുണിക്കണം 100. ഇവിടെ ഒറ്റയ്ക്കുള്ള ആളാരാ? 8 ഡിവൈഡഡ് ബൈ 8. വെട്ടിച്ചെറുതാക്കി കൂടെ? വെട്ടിച്ചെറുതാക്കാം. ദേ 8ന്റെ പകുതി എടുത്തു 4, 220ന്റെ പകുതി എടുത്തു 110, 100ന്റെ പകുതി എടുത്തു. 100നെ 4 കൊണ്ട് വെട്ടിക്കൂടെ? എത്രയാ? 25. 100നെ 4 കൊണ്ട് വെട്ടിയപ്പോൾ 25. 110 ഗുണിക്കണം 25. 110 ഗുണിക്കണം 25 എത്രയാണ് കിട്ടുക? 25നെ 110 കൊണ്ട് ഗുണിച്ചാൽ 2750 നമ്മുടെ ഉത്തരം ആയിട്ട് കിട്ടുക. നമ്മുടെ സൈക്കിളിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് 2750 രൂപയാണ്. ഇനിയിപ്പോൾ 25നെ 110 കൊണ്ട് ഗുണിക്കാൻ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 25നെ 110 കൊണ്ട് ഗുണിക്കാൻ ജസ്റ്റ് പല രീതികളും ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 25ന് ഇങ്ങനെ 2 തവണ എഴുതിയിട്ട് 5, 7, 2 എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ഒരു 0 കൂടി ഉള്ളതുകൊണ്ട് ആ 0 കൂടി എടുത്ത് എഴുതി അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ഗുണിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അല്ലെങ്കിൽ 25 എന്ന് പറയാൽ നമ്മൾ 25നെ 11 കൊണ്ട് ആദ്യം ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ 25 × 11 ചെയ്യാൻ ആദ്യം എന്ത് ചെയ്താൽ മതി? 2 5 അപ്പുറം ഇപ്പുറം എഴുതി ഈ 2 5 കൂട്ടി 7, 275. അങ്ങനെ വളരെ പെട്ടെന്ന് കിട്ടുന്ന കുറേ ട്രിക്കുകളുണ്ട്. അതൊന്നും ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ ചെയ്താലും പെട്ടെന്ന് കിട്ടുമല്ലോ അല്ലേ? പക്ഷെ 11 കൊണ്ടൊക്കെ ഗുണിക്കാൻ വളരെ സിമ്പിളാണെന്ന് പറയാം. അപ്പോൾ അടുത്തൊരു ചോദ്യം നോക്കി നോക്കാം. ഈ ഒരു ചോദ്യം കൂടി നോക്കാം. √18² + 7² + 252. ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ സാധാരണ 18ന്റെ സ്ക്വയർ കൂട്ടണം, 7ന്റെ സ്ക്വയർ കൂട്ടണം, പിന്നെ അതിനോട് 252 കൂട്ടണം എന്ന് വിചാരിച്ച് കൺഫ്യൂഷൻ ആവണ്ട. വളരെ സിമ്പിളായിട്ട് ഈ ചോദ്യം ചെയ്യാം. ഇവിടെ നോക്ക്, ഈ 252 എന്ന് പറയുന്നത് എന്താണ്? 2 ഗുണിക്കണം 18 ഗുണിക്കണം 7 ആണ്. 2 ഗുണിക്കണം 18 ഗുണിക്കണം 7 ആണ് എന്ത്? 252 എന്ന് പറയുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് ഫോമില? a² + b² + 2ab എന്നിട്ടുള്ള ഫോമിലാണ്. ഈ തരത്തിലും തരാം. ഇതെന്താ സാധനം? a + b² അല്ലേ? a + b² ഈ ഇക്വേഷൻ പണ്ട് മുതലേ പഠിച്ചതല്ലേ? a² + 2ab + b² ആണ്. ഇതൊന്ന് a² + b² + 2ab എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നോക്ക്, ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് എടുക്കാനാണ് എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇതിൻ്റെ റൂട്ടാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്ക്, a² + b² + 2ab. അതേപോലെ √18² + 7² + 252. 252 എന്ന് പറഞ്ഞാൽ എന്താ? 2 ഗുണിക്കണം 18 ഗുണിക്കണം 7 ആണ് എന്ത്? 252. അതാണ് ഈ 2ab. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √18² + 7² + 252 സമം എങ്ങനെ എഴുതാം? 18 + 7² എന്ന് എഴുതാം. 18 + 7 എന്താ? 18 + 7 25² ആണിത്. അപ്പം എന്താ ഉത്തരം? എന്താ? 25. ഉത്തരം 25. ഇത്തരത്തിലും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വരാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.